ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഒന്നുമില്ലാതെ മൂന്നാം മോദി സർക്കാരിന്റെ മൂന്നാം ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പാർലമെന്റിൽ അവതരിപ്പിച്ചു. അതിവേഗ റെയിൽപാത, എയിംസ് തുടങ്ങിയ കേരളം പ്രതീക്ഷിച്ച പദ്ധതികളൊന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കേരളത്തിന് വൻ പദ്ധതികളെന്ന് ലഭ്യമാകുമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രതീക്ഷയുടെ കാത്തിരുന്ന എയിംസ് ഇത്തവണയും കേരളത്തിന് പ്രഖ്യാപിച്ചില്ല. കേരളം ഏറെ പ്രതീക്ഷയുടെ കാത്തിരുന്ന അതിവേഗ റെയിൽ ഇടനാഴി ബജറ്റിൽ ഉൾപ്പെടുത്താതിരുന്നത് കടുത്ത നിരാശയാണ് സമ്മാനിച്ചത്. ഇന്ത്യയുടെ ഇറക്കുമതിയെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും നിർണായക ധാതുക്കളിൽ ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കാനും ലക്ഷ്യമിട്ട് ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, കേരളം എന്നിവിടങ്ങളിൽ പ്രത്യേക റെയർ എർത്ത് ഇടനാഴികൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചു എന്നതാണ് ഏക ആശ്വാസം. ഖനനം, സംസ്കരണം എന്നിവയടക്കം വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതാണ് ഈ പദ്ധതി. ഊർജം, ഇലക്ട്രോണിക്സ്, പ്രതിരോധം, ഇലക്ട്രിക് വാഹനങ്ങൾ എന്നിവയ്ക്ക് അത്യന്താപേക്ഷിതമായ റെയർ എർത്ത് മൂലകങ്ങളുടെയും ഖനനം, സംസ്കരണം, ഗവേഷണം, നിർമ്മാണം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങളെ കേന്ദ്രം പിന്തുണയ്ക്കുമെന്ന് ധനമന്ത്രി പാർലമെന്റിൽ പറഞ്ഞു. റെയർ എർത്ത് ഇടനാഴികൾ, പ്രത്യേക രാസ പാർക്കുകൾ എന്നിവയ്ക്കും ബജറ്റ് നിർദ്ദേശിക്കുന്നുണ്ട്. 2025 നവംബറിൽ ആരംഭിച്ച പദ്ധതിയുടെ തുടർച്ചയാണ് ഈ നിർദ്ദേശം. ഖനനം മുതൽ നൂതന നിർമ്മാണം വരെയുള്ള മുഴുവൻ മൂല്യ ശൃംഖലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രത്യേക ഇടനാഴികൾ സ്ഥാപിക്കാൻ സംസ്ഥാനങ്ങൾക്കുള്ള പിന്തുണ വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. റെയർ എർത്ത് ധാതുക്കൾ എന്നത് 17 മൂലകങ്ങളുടെ ഒരു കൂട്ടമാണ്. ഇവ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഓട്ടോമോട്ടറുകൾ, കാറ്റാടി ടർബൈനുകൾ, സ്മാർട്ട് ഫോണുകൾ, സെമി കണ്ടക്ടറുകൾ, പ്രതിരോധ സംവിധാനങ്ങൾ, ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഉയർന്ന സാങ്കേതിക ഉൽപ്പന്നങ്ങളിൽ ഉപയോഗിക്കുന്നു. നിലവിൽ ഇന്ത്യ റെയർ എർത്ത് ആവശ്യകതയുടെ വലിയൊരു പങ്കും ഇറക്കുമതി ചെയ്യുന്നത്. ലോകത്തിലെ റെയർ എർത്ത് ഉൽപാദനത്തിലും സംസ്കരണത്തിലും ചൈനയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ലോകത്തിലെ റെയർ എർത്ത് ശുദ്ധീകരണ ശേഷിയുടെ വലിയൊരു ഭാഗം നിയന്ത്രിക്കുന്നത് ചൈനയാണെന്ന് പറയാം. സമീപ വർഷങ്ങളിൽ നിർമ്മാണ മേഖലയെ ആശ്രയിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് ആശങ്ക പകർന്ന് നിർണായക ധാതുക്കളുടെ കയറ്റുമതി നിയന്ത്രണങ്ങൾ ചൈന കർശനമാക്കിയിട്ടുമുണ്ട്. ഈ ഇടനാഴികൾ സ്ഥാപിക്കുന്നതിലൂടെ ആഭ്യന്തര ശേഷി വർദ്ധിപ്പിക്കാനും ആഗോള വിതരണ ഞെട്ടലുകളിൽ നിന്ന് ഇന്ത്യൻ വ്യവസായത്തെ സംരക്ഷിക്കാനും സാധിക്കും. റെയർ എർത്ത് ഇടനാഴികൾക്കായി അനുവദിച്ച 4 സംസ്ഥാനങ്ങളിൽ തമിഴ്നാടും കേരളവും ഈ വർഷം നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്. ഈ 2 സംസ്ഥാനങ്ങളിലും തീരദേശ ധാതു നിക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് റെയർ എർത്ത് മൂലകങ്ങൾ അടങ്ങിയ മോണോസൈറ്റ് സമൃദ്ധമായ മണൽ ശേഖരങ്ങൾ ഉണ്ട്. ഇത് ഇന്ത്യക്ക് നിർണായകമാണ്. ഖനനം, സംസ്കരണം, ഗവേഷണ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയ്ക്കുള്ള നിർദ്ദിഷ്ട പിന്തുണ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ സംസ്ഥാനങ്ങളിലെ നിക്ഷേപം, തൊഴിൽ, വ്യാവസായിക പ്രവർത്തനങ്ങൾ എന്നിവയിലുള്ള സ്വാധീനത്തെക്കുറിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടും. റെയർ എർത്ത് പോലുള്ള തന്ത്രപ്രധാനമായ വസ്തുക്കളുടെ ഉത്പാദനവും സംസ്കരണവും പ്രാദേശികവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ രാജ്യങ്ങൾ വേഗത്തിലാക്കുന്നതിനിടയിലാണ് ബജറ്റ് നിർദ്ദേശങ്ങൾ വരുന്നത്. റെയർ എർത്ത് കോറിഡോറുകൾ സ്ഥാപിക്കുന്നതിലൂടെ ഇന്ത്യയുടെ വ്യാവസായിക വളർച്ചയെ പിന്തുണയ്ക്കാനും ആഗോള അനിശ്ചിതത്വങ്ങൾ ഇല്ലാതാക്കാനുമാകും. പദ്ധതിയുടെ ഭാഗമായി ധാതുസമ്പന്നമായ സംസ്ഥാനങ്ങളിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും സാങ്കേതിക വിദ്യയുടെ ലഭ്യതയ്ക്കും സർക്കാർ പ്രത്യേക ശ്രദ്ധ നൽകും. ഇത് പ്രാദേശിക തലത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും സാമ്പത്തിക വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കും. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.